ക്രിസ്തുമസ് ചോദ്യപേപ്പർ ചോർച്ചയിൽ MS സൊല്യൂഷൻസ് അധികൃതരിൽ നിന്ന് മൊഴിയെടുക്കാനൊരുങ്ങി ക്രൈംബ്രാഞ്ച് സംഘം. നോട്ടീസ് നൽകി വിളിപ്പിക്കാനാണ് നീക്കം. വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെയും പരാതി നൽകിയ അധ്യാപകരുടെയും മൊഴിയെടുപ്പ് പൂർത്തിയായതിന് പിന്നാലെയാണ് നീക്കം. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, ഗുഡ് മോർണിംഗ്. ക്രിസ്തുമസ് ചോദ്യപേപ്പർ ചോർച്ചയിൽ MS സൊല്യൂഷൻ അധികൃതരിൽ നിന്ന് മൊഴിയെടുക്കാനൊരുങ്ങിയിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച് സംഘം. എങ്ങനെയാണ് ഈ അന്വേഷണം പുരോഗമിക്കുന്നത്? വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് വൃന്ദ. ഇന്നിപ്പോൾ ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അന്വേഷണം, പ്രാഥമിക അന്വേഷണം ഒരു അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇന്നത്തെ ഒരു ദിവസം നൽകാൻ പറ്റുന്ന ഏറ്റവും പുതിയ വിശേഷം എന്ന് പറയുന്നത്. ഇതിൽ തന്നെ വിവാദ സ്ഥാപനമായിട്ടുള്ള കൊടുവള്ളിയിലെ MS സൊല്യൂഷൻസ്, അതിൻ്റെ ഉടമ, ഒപ്പം തന്നെ അതിൻ്റെ മറ്റ് ആളുകൾ തുടങ്ങിയവരിൽ നിന്നെല്ലാമുള്ള മൊഴിയെടുക്കലിലേക്ക് ഈ ക്രൈംബ്രാഞ്ച് സംഘം എത്തിയിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി MS സൊല്യൂഷൻസ് ഉടമ മുഹമ്മദ് ഷുഹൈബിനുൾപ്പെടെ നോട്ടീസ് നൽകി വിളിപ്പിച്ചു വരുത്തിയാകും ഇവരുടെ മൊഴി എടുക്കുക എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. നേരത്തെ ഈ അന്വേഷണം പ്രഖ്യാപിക്കപ്പെട്ടതിന് പിന്നാലെ തന്നെ ഈ DDയുടെ മൊഴി ഒക്കെ രേഖപ്പെടുത്തിയിരുന്നു, മറ്റ് അധ്യാപകരുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അതിൽ തന്നെ ഈ അധ്യാപകരും DDയും എല്ലാം ചൂണ്ടിക്കാട്ടിയത് യൂട്യൂബ് ചാനൽ വഴിയാണ് ഇത്തരത്തിൽ ചോദ്യപേപ്പർ ചോരുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. ഇതിൽ തന്നെ ഏതെങ്കിലും സർക്കാർ ജീവനക്കാർക്ക് പങ്കുണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇനിയും കൈവന്നിട്ടില്ല. അതിനൊരു വിശദമായ അന്വേഷണം ആവശ്യമായി വരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം. എന്തായാലും ഈ ക്രൈംബ്രാഞ്ച് സംഘം, ക്രൈംബ്രാഞ്ച് DYSP യുടെ നേതൃത്വത്തിലുള്ള, മലപ്പുറം DYSPയുടെ നേതൃത്വത്തിലുള്ള, ബെന്നിയുടെ നേതൃത്വത്തിലുള്ള സംഘം, അവർ കൃത്യമായ രീതിയിൽ തന്നെ അന്വേഷണം നടത്തിവരികയാണ്. റിനോയുടെ നേതൃത്വത്തിലുള്ള സംഘം, ക്രൈംബ്രാഞ്ച് മലപ്പുറം DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘം കൃത്യമായി തന്നെ അന്വേഷണം നടത്തി വരികയാണ്. അവർ ഇന്ന് മൊഴി പ്രധാനമായും ഈ മുഹമ്മദ് ഷുഹൈബിൻ്റെ പക്കൽ നിന്നും എടുക്കുകയും ചെയ്യും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നതിനിടെ കഴിഞ്ഞ ദിവസം വീണ്ടും കെമിസ്ട്രി പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോരുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന ആക്ഷേപമുയർന്നു. അതിൽ തന്നെ ഈ MS സൊല്യൂഷൻസ് ഉടമ മുഹമ്മദ് ഷുഹൈബാണ് അതിൻ്റെ തൊട്ട് തലേ ദിവസം യൂട്യൂബ് ചാനലിലൂടെ രംഗത്ത് വന്നുകൊണ്ട് ഈ കെമിസ്ട്രി പരീക്ഷയുടെ 40 മാർക്കിൽ 32 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഉൾപ്പെടെ ലഭിക്കുന്ന തരത്തിൽ കുട്ടികൾക്ക് കാര്യങ്ങൾ വിശദമാക്കി കൊടുത്തത് എന്നുള്ളത് പകൽ പോലെ വ്യക്തമായൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും ഈ അന്വേഷണ സംഘവും എല്ലാം അത് വളരെയധികം ഗൗരവത്തോടു കൂടിയാണ് എടുത്തിട്ടുള്ളത്. അതായത് സർക്കാരിൻ്റെ ഒരു അന്വേഷണം നടക്കുന്നു, അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് സംഘത്തിൻ്റെ ഒരു ആഭ്യന്തര തലത്തിലുള്ള ഒരു അന്വേഷണം ഉൾപ്പെടെ നടക്കുന്ന സാഹചര്യത്തിൽ പോലും ഈ യൂട്യൂബിൻ്റെ പ്രവർത്തനം നിർത്തുകയോ അതല്ലെങ്കിൽ ഈ കൃത്യമായ രീതിയിൽ ചോദ്യവും ഉത്തരവും പറഞ്ഞു കൊടുക്കുന്ന ആ പ്രക്രിയ അവസാനിപ്പിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് ഗൗരവകരമായി തന്നെ എടുക്കുകയാണ്. ഇനിയിപ്പോൾ ഈ മുഹമ്മദ് ഷുഹൈബിൻ്റെ കൂടി മൊഴി പരിശോധിച്ച ശേഷമായിരിക്കും ഇതിൽ കേസെടുക്കണമോ FIR ഇടണമോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ സർക്കാർ തീരുമാനിക്കുക. വൃന്ദ. ശരി റിയാസ്.